റോസാക്കുട്ടി റോസാക്കുട്ടി വേഗം വാ, അവിടെ എന്റെ അച്ഛനും അമ്മയും കള്ളനും പോലീസും കളിക്കാം. വാന്നേ, നമുക്ക് ചാക്കോച്ചിയെ വിളിക്കാം. ചാക്കോച്ചി, ഞങ്ങളുടെ കൂടെ വന്ന ഒരു കൂട്ടം കാണിച്ചു തരാം. ഇപ്പൊ സമയമില്ല. റോസാക്കുട്ടി കൂടെ ഉണ്ട്. ബാബാ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ. വേണ്ട വേണ്ട, അത്രേ നടക്ക്. കല്യാണം കഴിഞ്ഞിട്ട് അടുത്തടുത്ത് നടക്കാം. ദേ അമ്മ. അവിടെ പാദസരം കിലുങ്ങുമ്പോ എന്റെ നെഞ്ചിനകത്ത് ആറാട്ട. ആ മുടി അഴിച്ചിടുമ്പോ ശരീരം ആകെ കോരി തരിക്കുക. എന്റെ ആ വട്ടപ്പൊട്ടെ എപ്പോഴും ഇങ്ങനെ മാടി വിളിക്കുന്ന തോന്നുക. എന്നാ ചന്തവാവക്ക്. ഇവിടുത്തെ ചേറ് കുഴച്ച് ബ്രഹ്മാവ് ഉണ്ടാക്കിയെടുത്തത് അവളെ മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ. കുറച്ച് പാടുപെടും മുതലാളി. അവളാ ഉശിരൻ ചന്ദ്രപ്പന്റെ ഭാര്യ. അതിനെന്നാ അവൻ ആ കുടിലിന് ചുറ്റും ലക്ഷ്മണരേഖ വരച്ചിട്ടേ പോകൂ. എടോ, പണ്ട് ഏതോ രാമനോ ലക്ഷ്മണനോ എവിടെയോ ഈ പറഞ്ഞ രേഖ വരച്ചിട്ടിട്ട് പോയില്ലേ? എന്നാ പറ്റി? ആ മിടുക്കൻ രാവണൻ അടിച്ചു മാറ്റിയില്ലേ? പിന്നെ ആ ചന്ദ്രപ്പന്റെ ഭാര്യ ഗൗരി. അപ്പോ നടേശൻ രാവണൻ മുതലാളി അടിച്ചോണ്ട് പോരും. അല്ല പിന്നെ. ഇവിടെ നോക്ക്. എനിക്ക് പേടിയാവുന്നു. എന്നത്തിനാ? എല്ലാരും പറയണത് നടേശൻ മുതലാളി ചീത്തയാന്നാ. എടി, അതുകൊണ്ടല്ലേ നാളെ മുതൽ നമ്മൾ അയാൾക്കെതിരായിട്ട് നിരാഹാര സത്യാഗ്രഹം തുടങ്ങുന്നത്. എന്നെ എപ്പോ കാണുമ്പോഴും അയാളുടെ ഒരു വല്ലാത്ത നോട്ടമുണ്ട്. എന്താ ഇത്? ഇനി മുതൽ അയാൾ നോക്കിയാലും കണ്ണു പറ്റാതിരിക്കാനാ. ആണോ? ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ചോര കൊടുത്തും നീര് കൊടുത്തും, ചോര കൊടുത്തും നീര് കൊടുത്തും അവകാശങ്ങൾ സംരക്ഷിക്കും, അവകാശങ്ങൾ സംരക്ഷിക്കും. നടേശൻ മുതലാളി നീതി പാലിക്കുക. അവകാശങ്ങൾ നേടിയെടുക്കാൻ, മരണം വരെയും സമരം ചെയ്യും. തൊഴിലാളി ഐക്യം സിന്ദാബാദ്.
ഈ ചെങ്കൊടിയാണേ കട്ടായം. തൊഴിലാളി ഐക്യം. ഗൗരി, പേടിക്കണ്ട. പൊട്ട് മായ്ക്കാൻ തുടങ്ങിയത് കണ്ടു നിൽക്കാൻ പറ്റില്ല. മായ്ക്കരുത്. നിന്റെ ആ വട്ടപ്പൊട്ട്, മുടി, പാദസരം എല്ലാം എനിക്കിഷ്ടമാ. നിന്റെ എല്ലാം എനിക്കിഷ്ടമാ. വീടിന് മുമ്പ് നിന്റെ ഭർത്താവും കൂട്ടരും നിരാഹാരം കിടന്നുള്ള വിളിയാ. അവരോട് സംസാരിച്ചാൽ കൂലി പ്രശ്നം തീരില്ല. അതാ ഇങ്ങോട്ട് പോന്നെ. ഗൗരി പറഞ്ഞാൽ ഞാൻ കൂലി കൂട്ടി കൊടുക്കാം. അങ്ങനെ വന്നാൽ ചന്ദ്രപ്പന്റെ മിടുക്കൊണ്ടാണ് അത് സാധിച്ചതെന്ന് തൊഴിലാളികൾ ധരിക്കും. ചന്ദ്രപ്പൻ അന്തസ് കൂടും. ഭർത്താവിന് നല്ലത് വരുന്ന കാണാൻ ഇഷ്ടപ്പെടാത്ത ഭാര്യമാരുണ്ടാകുമോ? അതാ ഞാനിങ്ങി പോന്നേ. നടേശ മുതലാളി നീതി പാലിക്കുക. മരണം വരെയും ആരും അറിയത്തില്ല. ഞാനൊന്ന് തൊട്ടോട്ടെ. കൊതിയുണ്ടാ? നീ സഹകരിച്ചാൽ ഒരു വലിയ തൊഴിലാളി പ്രശ്നം തീരും. ഈ കരയിൽ സമാധാനം നിലനിൽക്കും. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല നീ. അടുത്ത് വരരുത്, നല്ല മൂർച്ചയാ. അല്ല, എനിക്ക് ധൃതിയില്ല. വളരെ ആലോചിച്ചിട്ട് മതി. ഒന്നുമില്ലെങ്കിലും വല്ലപ്പോഴും നിന്നെ കണ്ടോണ്ടിരിക്കാമല്ലോ. നടേശ മുതലാളി, നടേശ മുതലാളി. എല്ലാം ശരിയായി. നിങ്ങൾ പറഞ്ഞ പോലെ മുതലാളി എല്ലാം സമ്മതിച്ചു. അവൻ ഇന്ന് വീട്ടിലെത്തരുത്. മനസ്സിലായോ? ഓ, ചന്ദ്രപ്പോ, ചന്ദ്രപ്പോ, എന്നാ പോലീസേ? തെക്കേ കണ്ടത്തിലെ മടക്കെന്ത് പറ്റി? മടക്കൊരു വലിയ വിള്ളൻ. 7 നിമിഷവും മട പൊട്ടാം. ഇങ്ങോട്ട് മാറി. എന്ത് പറ്റി? ഇവനൊക്കെ എന്താ ഈ കാണിക്കുന്നത്? അച്ഛാ, മോളിവിടെ നിന്നു. എന്നാ അച്ഛാ? മടക്ക് വിള്ളലുണ്ടെന്ന് പറഞ്ഞിട്ട് മട തുറക്കുന്നോടാ. മുതലാളി, ഏതോ തന്തയില്ലാത്തമാര് നമ്മുടെ മട വരുന്നു മുതലാളി. കുഴിച്ചു മുടങ്ങാനെ കൊല്ലും നിന്നെ ഞാൻ.
ചെയ്യണമെന്ന് ഞാൻ പറയണോ രാജാ? ആ മടമാന്തി അവനെ അതിനകത്തെടുത്ത് തട്ടാ. എന്നിട്ട് ചേറ് വെച്ചിട്ട് നടക്കടാ. നാട്ടിലെ വിശ്വാസം പോലട്ടെ, മടയ വിള്ളലുണ്ടായാൽ മനുഷ്യക്കുരുതി കൊണ്ട് അത് ചേർക്കാൻ പറ്റൂ. ഇവിടെ ചന്ദ്രപ്പൻ കുരുതി കൊടുത്തു. എന്തിന്? മട അടയ്ക്കാൻ. അതായത് തെക്കേപ്പാടത്തെ മട വീണു. ഇതറിഞ്ഞ അവിടെ ഓടിക്കൂടി ജനങ്ങളുടെ നേതാവ് ചന്ദ്രപ്പൻ ചേറുവാരിയിട്ട് മടയടയ്ക്കാൻ പാടുപെട്ടു. മട നിൽക്കില്ല എന്ന് കണ്ടപ്പോ ചന്ദ്രപ്പൻ അതിലേക്ക് എടുത്ത് ചാടാൻ തുടങ്ങി. വേണ്ട വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു. വേണം, എന്റെ ജീവനല്ല കരയാണ് വലുതെന്ന് ചന്ദ്രപ്പൻ പറഞ്ഞു. മട പൊട്ടിയാ കൃഷി നശിക്കുമെന്ന് പറഞ്ഞ് അയാൾ അതിലേക്ക് എടുത്ത് ചാടി. മനപ്രയാസത്തോടെ നിങ്ങൾ ചേറുവാരിയിട്ടു. മടയുടെ വിള്ളലടഞ്ഞു. മട നിന്നു. പാവൻ ചന്ദ്രപ്പൻ ജീവൻ കരയ്ക്ക് വേണ്ടി ബലി കൊടുത്തവൻ എന്ന് നാളെ മുതൽ നാട്ടുകാർ പറയണം. കേട്ടുകഥയായിരുന്ന മനുഷ്യക്കുരുതി സത്യമാവണം. ചന്ദ്രപ്പൻ തൊഴിലാളികളുടെ ദൈവവും ഈ നാടിന്റെ രക്ഷകനുമാകണം. വരുംകാലങ്ങളിൽ ചന്ദ്രപ്പന്റെ ത്യാഗം മുത്തശ്ശിക്കഥ പോലെ ഈ നാട്ടിൽ പാട്ടാവണം. ഗൗരി, എല്ലാത്തിനും നീയാ കുറ്റക്കാരി. നിന്റെ ഒടുക്കത്തെ സൗന്ദര്യമാ. ഭയന്ന് ഓടുമ്പോഴും ഒക്കെ എന്നാ ചന്തവാ. നോക്കി നിൽക്കാതെ പോയിനടാ. മോളെ, ഈ അമ്മ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മ ജീവിച്ചിരുന്ന അയാള് വീണ്ടും നമ്മുടെ പിന്നാലെ വരും. മോളെ, ഇത് വെച്ചോ, അച്ഛന്റെ ഓർമ്മയ്ക്ക്. അച്ഛന്റെ വീരഭദ്ര അവിടെ നീ. അമ്മയോട് പൊറുക്കണം. വേറെ വഴിയില്ല മോളെ. പെട്ടെന്ന്